ഇവിടെ ഒരു പെണ്ണ് രാത്രി കുറെ നേരമായിട്ട് ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞാണ് ആ ബസ് തന്നെ വരുന്നത്. കറക്റ്റായി ഇവൾ ആ ബസ്സിൽ കയറാൻ പോയതും തൊട്ടടുത്ത് നിന്ന് ഒരു വയസ്സായ അയാൾ നിലത്ത് വീണു. അത് കണ്ടത് മനസ്സ് വരാതെ ബസ്സിൽ കയറാതെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അയാളുടെ ഒരു കണ്ണിന് വെട്ടുകൊണ്ട് ഒരു പാടുണ്ടായിരുന്നു. സോ ആ കണ്ണ് കാണാതെയാണ് നിലത്ത് വീണിരിക്കുന്നത്. അയാളെയും കൂട്ടി ആ ബസ്സിൽ കയറാമെന്ന് വിചാരിച്ച് സഹായിക്കാൻ നോക്കിയാൽ അയാൾ ഇവളെ ആ ബസ്സിൽ കയറാൻ സമ്മതിക്കാതെ കാല് വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ബസ് ഡ്രൈവർ കുറെ നേരം വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ബസ് എടുത്തിട്ട് പോയി. അവസാനം ഇയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അവസാന ബസ് അവൾക്ക് മിസ്സായി. എന്നിട്ട് ആ രാത്രി അയാൾ അവിടെ ഒറ്റക്കാക്കി പോകാൻ മനസ്സില്ലാതെ അയാളെ എടുത്തോണ്ട് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയതും ഇവളെ കൊണ്ട് വെയിറ്റ് താങ്ങാൻ പറ്റാതെ നിലത്തിറക്കി വിട്ടു. കറക്റ്റ് അതേ ടൈമിൽ ഒരു കോൾ ടാക്സി വന്നു. ഓക്കെ എന്ന് പറഞ്ഞ് അതിൽ കയറാമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയതും അവളെ എടുത്തോണ്ട് വന്ന ആ വയസ്സായ ആളെ കാണാനില്ല. കൂടെ വന്ന അയാളെ കണ്ടോ എന്ന് ഡ്രൈവറോട് ചോദിച്ചാൽ ആദ്യം മുതലേ നീ മാത്രമല്ലേ ഒറ്റക്കുണ്ടായിരുന്നത് എന്ന് അയാൾ പറഞ്ഞു. അയാൾ പറയുന്നത് കേട്ടത് ഇവൾക്ക് പേടി തോന്നി. സോ ഇവിടെ നിന്ന് എങ്ങനെങ്കിലും പോയാൽ മതി എന്ന് വിചാരിച്ച് അതിൽ കയറി. നോക്കിയാൽ ഇവൾ പോകുന്ന വഴിയിൽ ഇവൾ കയറാതെ മിസ്സായ ബസ് വലിയ അപകടത്തിൽ മറിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന എല്ലാവരും മരിച്ചു പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇവളെ രക്ഷിച്ച ആ ആളെ കുറിച്ച് ആലോചിക്കുന്നത്. നോക്കിയാൽ ഇവളെ രക്ഷിച്ചത് അവിടെയുള്ളൊരു ദൈവമായിരുന്നു. അതിന്റെ കണ്ണിലും വെട്ടുകൊണ്ട പാടുണ്ടായിരുന്നു.